ഒന്ന് വേഗം കെട്ടേ സിസ്ലിയെ. റോസ്ലി അതിന്റെ അറ്റം പിടിച്ച് മുളയിലേക്ക് കുത്തിട്ടിങ്ങനെ എടുത്തേണ. ഞാനൊന്നും ഇരിക്കാൻഡ്രി, കൈയും കാലും മറിക്കണം. വെല്ലിച്ചി മഷിത്തണ്ട് വാണ പോലെ അങ്ങോട്ട് വാടിയില്ലോ. കാലത്താ കൊള്ളിക്കിഴങ്ങ് മുഴുവൻ വലിച്ചു വാരി തിന്നപ്പോ തോന്നിയതാ പണിയാവുന്നു. പണ്ട് കഴിച്ച മധുരമൊക്കെ ഇപ്പൊ കയ്പായി. പ്രദർശനം പരിപാടി പൊടിക്കണം. ഇതെന്താ പെരുന്നാളായിട്ട് ചക്കക്കുരും ചെമ്മീനോ? നീ വന്നാ പെരുന്നാളായിട്ട് വരാണ്ടിരിക്കേ. നമ്മുടെ പുണ്ണാളിനെ അമ്പതറച്ച് ടെമ്പോ കയറ്റിയിട്ട് ബാൻഡ് സെറ്റുകാരങ്ങോട്ട് പട്ടയ്ക്കുമ്പോ നാടൻ ചെറുത് രണ്ടരടിച്ച് അതിന്റെ കൂടെ ചെറിയ സ്റ്റെപ്പ് ചേർക്കുന്ന സുഖം ദുബാലിരുന്ന കിട്ടും. നീ എന്നാ പോണേ? എന്നാ പോണേന്ന് 2 മാസം ഉണ്ട്. ഇറക്കിക്കോടാ വെളുത്തൂലോടി. ഓ പിന്നെ എന്തിനാണ് അത്? ഇവിടെ കോഴിക്കോടിന്റെ അടുത്ത് കൊല വെട്ടിയ ഒരു വാഴ ഉണ്ടായിരുന്നു. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് പിണ്ടിയും പരിപ്പിടാണ്ട് വെക്കാം. ഇത് ബാബുന്റെ എല്ലാ വർഷമുള്ള പിണ്ടി. ഒരെന്നാലും ഇല്ല, പൊള്ളാച്ചിന്ന് ഇറക്കിയ സ്പെഷ്യൽ ഐറ്റാ. വെള്ളിങ്ങാടിക്കാരേ ഒന്ന് ഞെട്ടും. എന്താ പെരുന്നാളായിട്ട് പെയിന്റ് എഴുതുന്ന വീട്? ഓ അത് നടന്നില്ലടാ. അല്ല നിന്റെ പെരപണി എന്തായി? ഓ ഞാൻ തരണ്ടേ, നമ്മുടെ മത്താന്റെ വീട്ടിലും ബാബാന്റെ വീട്ടിലൊക്കെ കൊടുക്കാണ്ട്. ബാബുനെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ലോണൊക്കെ വരുമ്പോ പറയണം ബാബുന്റെ വക പിണ്ടി എത്തിയിരുന്നു. പോട്ടെ. അവൻ പോയ പോലെ അല്ലല്ലോ ചെക്കൻ, നല്ല പഴനൂർക്ക് പോലെ ആയിട്ടുണ്ടല്ലോ. മസ്കറിലേക്ക് ലോനാക്കി അവന് ഒരുമിച്ചല്ലേ വിസ വന്നേ. അവൻ മാപ്പോട്ടാ പോയി, നമ്മുടെ ലോന കീഴ്പോട്ടാ പോയി. ആ കൊമ്പില് ചവിട്ടി എളി തിരിഞ്ഞതാ പ്രശ്നമായത്. ഈ വാർഡിലായിരുന്നോ? ഒരു കല്യാണ കുടിക്ക് പോയതാ, പോർക്ക് പിടിച്ചില്ല, ചെക്കന് വയറ്റിളക്കം, ആകെ 2 കഷ്ണ തിന്നുള്ളൂ. ഡോക്ടറെ കാണാൻ വന്നപ്പോഴറിഞ്ഞത് ലോനപ്പേട്ടന്റെ പെങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ഞാൻ വിചാരിച്ചു വല്യേച്ചായിരിക്കും. അല്ല ഇതിപ്പോ എന്താ പറ്റിയത്? മരത്തുമേന്ന് വീണതാ. ആ ഭാഗ്യം, എന്തായാലും ഇത്രയല്ലേ ആയുള്ളൂ. നട്ടല് പൊട്ടി നാടുകളൊന്ന് കിടക്കേണ്ടിയൊന്നും വന്നില്ലല്ലോ. ആ മൂത്തേരിയിലെ സന്ധ്യ, ലോനപ്പേട്ടൻ സന്ധ്യ പശുവിന്റെ കയറ് തട്ടി വീണിട്ടേ കൊല്ലം 2 ആവാനാ പോണത്. 1-നും 2-നും ഒക്കെ തേരട്ടെ എഴണ പോലെ എഴഞ്ഞെഴഞ്ഞ പോണേന്നാ പറയുന്നത്. ലോനപ്പാ, നീ ഒരു സിസ്റ്റർ അമ്മായിന്ന് വിളിച്ചേ. അല്ല ഇതിങ്ങനെ കേട്ടിട്ട്